KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. റിസാല സ്റ്റഡി സർക്കിൾ RSC ഗൾഫ് സമ്മിറ്റിന് കുവൈത്തിൽ ഇന്ന് തുടക്കം. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. SSF എക്സലൻസി ടെസ്റ്റ് ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം www.ssfkeralainfo.com-ൽ. സിറാജ് ദിനപത്രം പ്രചരണ പ്രഖ്യാപന കൺവെൻഷൻ ഈ മാസം 15-ന് അജ്മാനിൽ. സൂര്യനെല്ലി കേസിൽ PJ കുര്യനെതിരെ തുടരന്വേഷണം ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിയമസഭയിൽ വ്യക്തമാക്കി. കേരള കർണാടക വനാതിർത്തിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം, പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം. അഫ്സൽ ഗുരുവിന്റെ മൃതദേഹം വിട്ടുനൽകണമെന്ന് ബന്ധുക്കൾ. ഖബറിടത്തിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് സാക്ഷിക്ക് കൊടിസുനിയെ തിരിച്ചറിയാനായില്ല. വാർത്തകൾ വിശദമായി. സൂര്യനെല്ലി കേസിൽ PJ കുര്യനെതിരെ തുടരന്വേഷണം ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിയമസഭയിൽ വ്യക്തമാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തെ തുടർന്നാണ് തീരുമാനം. കേസിൽ തുടരന്വേഷണം വേണ്ടെന്ന നിയമോപദേശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് P. ശ്രീരാമകൃഷ്ണൻ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ഇവർ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസിഫ് അലിയുടേതിനു പുറമെ ജസ്റ്റിസ് പത്മനാഭൻ നായരുടെയും നിയമ സെക്രട്ടറിയുടെയും നിയമോപദേശവും തുടരന്വേഷണത്തിന് സാധുതയില്ലെന്നാണ് പറയുന്നത്. പുനരന്വേഷണം വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് സുപ്രീംകോടതിയിൽ പോകാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. 8 ദിവസത്തെ സഭാ സമ്മേളനത്തിനിടെ 4ാം തവണയാണ് സൂര്യനെല്ലി പ്രശ്നം അടിയന്തര പ്രമേയമായി വരുന്നതെന്നും ഒരു സമ്മേളനകാലത്ത് ഒരേ വിഷയത്തിൽ ഒന്നിലധികം തവണ നോട്ടീസ് അനുവദിക്കുന്നത് ദൗർബല്യമായി കരുതരുതെന്നും സ്പീക്കർ G. കാർത്തികേയൻ സഭയിൽ പറഞ്ഞു. സബ്മിഷനായും ഇതേ പ്രശ്നം പലതവണ വന്നത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സർക്കാരിന് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്നാൽ സുപ്രീംകോടതി വിധിയുടെയും പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നിയമോപദേശം തന്നെ സ്വീകരിക്കേണ്ടിയിരുന്നില്ലെന്ന് P. ശ്രീരാമകൃഷ്ണൻ വാദിച്ചു. ഈ സമീപനമാണോ അഞ്ചേരി ബേബി വധക്കേസിൽ സ്വീകരിച്ചത്? ഈ സമീപനമാണോ KT ജയകൃഷ്ണൻ വധക്കേസിൽ സ്വീകരിച്ചത്? അപ്പൊ ഞങ്ങൾക്കിഷ്ടമുള്ള കേസുകളിൽ ഞങ്ങൾ ഇഷ്ടം പോലെ തുടരന്വേഷണം നടത്തി രാഷ്ട്രീയ ശത്രുക്കളെ പ്രതികളാക്കി മാറ്റി ജയിലിലടക്കാൻ പരിശ്രമിക്കുന്നു. സൂര്യനെല്ലി പ്രശ്നത്തിൽ DGP അസഫലിയുടേതാണോ അവസാന വാക്കെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നില്ലെന്ന മറുചോദ്യം ഉന്നയിച്ചാണ് മന്ത്രി തിരുവഞ്ചൂരും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷത്തെ നേരിട്ടത്. എന്നാ പിന്നെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ എന്തുകൊണ്ടാ മടി എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. സാർ, ഹൈക്കോടതി പോകാമല്ലോ. അഷ്റഫ് അലിയുടെ അവസാന വാക്കാണോ? അല്ല. ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെയും അവസാന വാക്കല്ല. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. പിന്നീട് DGPയുടെയും നിയമസഭാ സെക്രട്ടറിയുടെയും ജസ്റ്റിസ് N. പത്മനാഭൻ നായരുടെയും നിയമോപദേശങ്ങൾ മന്ത്രിസഭയുടെ മേശപ്പുറത്തുവച്ചു. കേരള കർണാടക വനാതിർത്തിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മാവോയിസ്റ്റ് സംഘത്തിൽ മലയാളി സാന്നിധ്യം ബോധ്യപ്പെട്ടതായും അതിർത്തിയിൽ പരിശോധന തുടരുന്നതായും കണ്ണൂർ SP രാഹുൽ R. നായർ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡസ് ആയതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് വെപ്പണറി, സ്ട്രെങ്ത്, these are things yet to be ascertained. മോഡേൺ വെപ്പൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ടൈപ്പോളജി എല്ലാം ഇനി അസർട്ടൈൻ സ്ഥിരീകരിക്കാനുണ്ട്.
തട്ടേരി എസ്റ്റേറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ 6 സംഘം തടഞ്ഞുവെച്ച തൊഴിലാളികളുടെ മൊഴിയും കുടക് എസ്പിയുമായി നടത്തിയ ചർച്ചയുടെയും അടിസ്ഥാനത്തിലാണ് വനാതിർത്തിയിൽ ഉള്ളത് മാവോയിസ്റ്റുകളെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകളെന്ന് പറഞ്ഞാണ് ഇവർ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയത്. യൂണിഫോമിലുള്ള ഇവരുടെ കൈവശം ആയുധങ്ങളുണ്ടായിരുന്നെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വയനാട്, കണ്ണൂർ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇവരിൽ ഒരാൾ സംസാരിച്ചത് മലയാളത്തിലായിരുന്നെന്നും അതുകൊണ്ട് തന്നെ സംഘത്തിൽ മലയാളി സാന്നിധ്യം ഉറപ്പിക്കാമെന്നും പോലീസ് പറയുന്നു. വയനാട് തലപ്പുഴയിൽ മാവോയിസ്റ്റുകളെ നാട്ടുകാർ കണ്ട സാഹചര്യത്തിൽ വനത്തിൽ തിരച്ചിൽ നടത്താൻ കമാൻഡോസ് വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കർണാടക പോലീസ് തിരച്ചിൽ ശക്തമാക്കിയതോടെയാണ് കേരളത്തിലേക്ക് സംഘം എത്തിയതെന്നാണ് സൂചന. VVIP ഹെലികോപ്റ്റർ കരാറിൽ അഴിമതി നടന്നെന്ന് കണ്ടെത്തിയാൽ കരാർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടിയെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി. CBIയോട് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു. 3700 കോടി രൂപയുടെ VVIP ഹെലികോപ്റ്റർ ഇടപാടിൽ മുൻ വ്യോമസേന മേധാവി SP ത്യാഗി കോഴ കൈപ്പറ്റിയതായി ഇറ്റാലിയൻ സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആരോപണം മുൻ വ്യോമസേന മേധാവി നിഷേധിച്ചു. Report from CBI will take, as I said earlier, strongest action provided in the indicative facts. 3700 കോടി രൂപയുടെ കരാറിൽ ഇന്ത്യൻ വ്യോമസേന മേധാവി SP ത്യാഗിക്ക് വൻതുക കോഴ ലഭിച്ചതായി ഇറ്റാലിയൻ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആണ് പറയുന്നത്. ഇടനിലക്കാർ മുഖേനയാണ് ത്യാഗിക്ക് പണം ലഭിച്ചത്. എന്നാൽ എത്ര തുകയാണ് കരാർ ലഭിക്കുന്നതിന് ത്യാഗിക്ക് നൽകിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. SP ത്യാഗിയുടെ അടുത്ത 3 ബന്ധുക്കളുടെ പേരുകളും റിപ്പോർട്ടിലുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 2ാം സാക്ഷി TP രമേശൻ കൊടിസുനിയെ കോടതി മുറിയിൽ തിരിച്ചറിഞ്ഞില്ല. 3ാം സാക്ഷി TP മനീഷ് 7-അംഗ കൊലയാളി സംഘത്തെ തിരിച്ചറിഞ്ഞു. അതേസമയം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ CK ശ്രീധരന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. വള്ളിക്കാട് സ്വദേശിയായ TP രമേശൻ 7-അംഗ കൊലയാളി സംഘത്തിൽ 6 പേരെയും തിരിച്ചറിഞ്ഞു. പക്ഷേ കേസിലെ 3ാം പ്രതി കൊടിസുനിയെ തിരിച്ചറിയാനായില്ല. ഒരേ വേഷം ധരിച്ച 50ലധികം പ്രതികളെ കോടതി മുറിയിൽ U ആകൃതിയിൽ നിരത്തി നിർത്തിയ ശേഷമാണ് സാക്ഷിയോട് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടത്. ഒന്നിനു പുറകെ ഒന്നായി 6 പേരെയും ദേഹത്ത് തൊട്ടുതന്നെ രമേശൻ കാട്ടിക്കൊടുത്തു. പക്ഷേ കൊടിസുനിയെ മാത്രം തിരിച്ചറിയാൻ സാധിച്ചില്ല. അതേസമയം 3ാം സാക്ഷി TP മനീഷാകട്ടെ കൊലയാളികളായ 7 പേരെയും ദേഹത്ത് തൊട്ട് കാട്ടിക്കൊടുത്തു. ദേഹത്ത് കൈവച്ചപ്പോൾ കൊടിസുനി കൈയെടുക്കാൻ സാക്ഷിയോട് ആവശ്യപ്പെട്ടു. 2 സാക്ഷികളുടെയും വിസ്താരവും പ്രതികളെ തിരിച്ചറിയലും 2.5 മണിക്കൂറിനകം തീർന്നു. ഇനി 1ാം സാക്ഷി KK പ്രസീദന് പ്രതിഭാഗം അഭിഭാഷകർ ക്രോസ് വിസ്താരം നടത്തും. ദൃക്സാക്ഷികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ രൂപമാറ്റത്തോടെയാണ് 7 പ്രതികളും എത്തിയത്. പതിവായി മുടി ചീകുന്ന ശൈലി മാറ്റിയും മീശ ഒഴിവാക്കിയും പുരികത്തിന്റെ കനം കുറച്ചും പ്രതികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും അമ്പരന്നു. കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കും കിർമാണി മനോജിനും ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ B രാമൻപിള്ളയാണ് ഹാജരായത്. PV ഹാരി, M അശോകൻ തുടങ്ങി പ്രമുഖരായ അഭിഭാഷകരുടെ വൻ നിരയാണ് പ്രതികൾക്കായി ഹാജരാകുന്നത്. അതേസമയം CK ശ്രീധരനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതിനെ ചോദ്യം ചെയ്ത 50ാം പ്രതി ജിഗേഷിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അനുമതി വാങ്ങാതെ ശ്രീധരനെ പ്രോസിക്യൂട്ടറാക്കിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അഫ്സൽ ഗുരുവിന്റെ മൃതദേഹം വിട്ടുനൽകണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്ത്. തിഹാർ ജയിലിൽ അഫ്സൽ ഗുരുവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം ബന്ധുക്കൾ തള്ളി. അതേസമയം തൂക്കിലേറ്റപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അഫ്സൽ ഗുരു എഴുതിയ കത്ത് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു. തിഹാർ ജയിലിൽ അഫ്സൽ ഗുരുവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്താൻ ഭാര്യയും മകനും ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ മൃതദേഹം സംസ്കരിച്ചെടുത്ത് പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയല്ല, മൃതദേഹം വിട്ടുനൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. ജന്മദേശമായ സോപ്പോറിൽ മതാചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം. അഫ്സൽ ഗുരുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനല്ലാതെ തിഹാർ ജയിലിലേക്ക് വരില്ലെന്ന നിലപാടിലാണ് ഇവർ. അതേസമയം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അഫ്സൽ ഗുരു എഴുതിയ കത്ത് ഭാര്യ തബസ്സത്തിന് ലഭിച്ചു. ഉറുദുവിൽ എഴുതിയിരിക്കുന്ന കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. കത്ത് അടങ്ങിയ കവറിന് മുകളിൽ പതിച്ച സീലിലെ വിശദാംശങ്ങളനുസരിച്ച് തിങ്കളാഴ്ചയാണ് തിഹാർ ജയിൽ അധികൃതർ കത്ത് പോസ്റ്റ് ചെയ്തത്. അതേസമയം ജയിലിൽ അഫ്സൽ ഗുരു ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം ബന്ധുക്കൾക്ക് നൽകാൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ നാളെ ഹർത്താൽ. പാലിയേക്കര ടോൾ പ്ലാസ ഉപരോധ സമരത്തിനു നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആചരിക്കുക. പാലിയേക്കര ടോൾ പിരിവ് തുടങ്ങിയതിന്റെ 1ാം വാർഷികമായിരുന്ന ഇന്നലെ
ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയ സമരസമിതി പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. ലാത്തിചാർജിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജഹാൻ അടക്കം 50ഓളം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 104 സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദേശീയപാതയിൽ മോഡേൺ ബസാറിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഷാനു നിയാസിന് നാട്ടുകാരും സുഹൃത്തുക്കളും കണ്ണീരോടെ വിട നൽകി. വാവാട് പട്ടരുമണ്ണിൽ ഹുസൈൻ ബുഷറ ദമ്പതികളുടെ മൂത്തമകനാണ് മരിച്ച ഷാനു നിയാസ്. മഹല്ലിലെ സുന്നി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ജനാസ അവസാനമായി കാണാൻ വൻ ജനാവലി തന്നെയാണ് എത്തിച്ചേർന്നത്. എലിയോട്ടുപോയിൽ റഹ്മാനിയ മസ്ജിദിൽ നടന്ന മയ്യത്ത് നിസ്കാരത്തിന് കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ നേതൃത്വം നൽകി. സി മുഹമ്മദ് ഫൈസി, PC അഹമ്മദ് ഹാജി, മുസമ്മിൽ തങ്ങൾ തുടങ്ങിയവർ ജനാസ സന്ദർശിച്ചു. ഗൾഫ് വാർത്തകൾ. കടക്കണിയിൽപ്പെട്ട ബഹ്റൈൻ എയർ പൂട്ടി. ഇന്നത്തോടെ മുഴുവൻ വിമാന സർവീസുകളും നിർത്തിവെച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മത്സരരംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുമാണ് ബഹ്റൈൻ എയർ അടച്ചുപൂട്ടാനുള്ള കാരണമെന്നാണ് സൂചന. കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നും ഇവർക്ക് ഗൾഫ് സർവീസുകളുണ്ട്. കോഴിക്കോട്ടേക്ക് ഇന്ന് പുലർച്ചെ എത്താനിരുന്ന വിമാനവും ഇവിടെ നിന്ന് തിരിച്ചുള്ള വിമാനവും റദ്ദാക്കി. 98 യാത്രക്കാർ ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങി. ഇന്ത്യൻ സമയം രാത്രി 11:30 ബഹ്റൈനിൽ നിന്നും പുറപ്പെട്ട് പുലർച്ചെ 4:10 കോഴിക്കോട്ട് എത്തേണ്ടതായിരുന്നു വിമാനം. ടിക്കറ്റ് തുക മടക്കി നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ യാത്രക്കാരെ അറിയിക്കുമെന്ന് കമ്പനി അറിയിച്ചു. കഴിഞ്ഞ 3 മാസമായി $1.2 കോടി നഷ്ടമായതായി കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഉംറ സീസൺ തുടങ്ങിയത് മുതൽ ഇതുവരെ നൽകിയ വിസകളുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞതായി ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ഹിജാർ പറഞ്ഞു. ജിദ്ദ കിങ് അബ്ദുൽ-അസീസ് ഹജ്ജ് ഉംറ ടെർമിനലുകൾ സന്ദർശിച്ച അദ്ദേഹം വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു. 8.5 ലക്ഷം തീർത്ഥാടകർ ഇതിനകം പുണ്യഭൂമിയിലെത്തിയിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷം തീർത്ഥാടകർ എന്ന കണക്കിൽ ഇനിയുള്ള ഓരോ മാസവും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റമളാനിൽ ഇത് ഇരട്ടിയാകും. ഹറമിൽ നടക്കുന്ന നിർമ്മാണ പദ്ധതികൾ തീർത്ഥാടകരുടെ എണ്ണത്തെ ബാധിച്ചിട്ടില്ലെന്നും ഹജ്ജ് മന്ത്രി പറഞ്ഞു. ഹജ്ജ് ടെർമിനലിലെ കസ്റ്റംസ്, പാസ്പോർട്ട്, ഹജ്ജ് മന്ത്രാലയം, ഓഫീസ്, ഉംറ സേവന കമ്പനികൾ തുടങ്ങി ഉംറ സേവനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഹജ്ജ് മന്ത്രി പരിശോധിച്ചു. ജിദ്ദ വിമാനത്താവളത്തിലെ തെക്ക് വടക്ക് ടെർമിനലുകളിലൂടെ ദിവസവും 15,000-ഓളം ഉംറ തീർത്ഥാടകർ എത്തുന്നതായി വിമാനത്താവള ഹജ്ജ് ഉംറ വകുപ്പ് മേധാവി ഖാലിദ് അൽ ഹർബി പറഞ്ഞു. ദിവസവും ഇരു ടെർമിനലുകളിലായി തീർത്ഥാടകരെ വഹിച്ച് 22-നും 25-നും ഇടയിൽ വിമാനങ്ങൾ എത്തുന്നുണ്ട്. ഷഅബാൻ, റമളാൻ മാസങ്ങളിലാണ് തീർത്ഥാടകരുടെ വരവ് മൂർധന്യത്തിലെത്തുക. ഈ സമയത്ത് വിമാനത്താവളത്തിലെ 14 ഹാളുകളും തീർത്ഥാടകരെ സ്വീകരിക്കാൻ തുറക്കും. റമളാൻ 23 മുതൽ ഈ ഹാളുകൾ തിരിച്ചുപോക്കിനായി മാറ്റും. സിവിൽ ഏവിയേഷനും ഹജ്ജ് മന്ത്രാലയവും തമ്മിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി ഉംറ കമ്പനികൾക്ക് കീഴിലെ തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് അറിയാൻ സാധിക്കും. വിമാനത്താവളത്തിലെ ഉംറ തീർത്ഥാടകരുടെ തിരക്ക് കുറയ്ക്കാൻ ഈ സംവിധാനം സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉംറ തീർത്ഥാടകരുടെ സേവനത്തിനായി 45 കമ്പനികളുള്ളതായി മക്ക ചേംബർ ഹജ്ജ് ഉംറ സമിതി ഉപമേധാവി അബ്ദുള്ള ഉമർ ഖാദി പറഞ്ഞു. മക്കയിലെ ഹോട്ടലുകളിലെ തിരക്ക് 80% എത്തി. വരും മാസങ്ങളിലായി കൂടുതൽ തീർത്ഥാടകരെത്തുന്നതോടെ ഹോട്ടലുകളിലെയും താമസ കേന്ദ്രങ്ങളിലെയും തിരക്കേറും. ഓരോ കമ്പനിക്കും തീർത്ഥാടകരുടെ അനുപാതം നിശ്ചയിച്ചത് സേവനം എളുപ്പമാക്കാൻ സഹായിക്കും. റജബ്, ഷഅബാൻ, റമളാൻ മാസങ്ങളിലാണ് വർദ്ധിച്ച തിരക്ക് അനുഭവപ്പെടുക. ശവ്വാൽ 15-ന് ഉംറ സീസൺ വിരാമമാകുമെന്നും ചേംബർ ഹജ്ജ് ഉംറ സമിതി ഉപമേധാവി പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമി മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി. ഉമർ, ഹംസ, ബിലാലിന്റെ, ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റുപാടു സഹജരെ. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമാണ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് SSF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച എക്സലൻസി ടെസ്റ്റിന്റെ ഫലപ്രഖ്യാപനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോട് സ്റ്റുഡൻസ് സെന്ററിൽ നടന്നു. സംസ്ഥാനത്ത് 638 കേന്ദ്രങ്ങളിൽ 55,830 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു. പരീക്ഷാഫലം www.ssfkerala.info.com എന്ന സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷാ കേന്ദ്രങ്ങളിലും പരീക്ഷാ സെന്റർ ചീഫ് മുഖേനയും ഫലം അറിയാൻ കഴിയുമെന്ന് എക്സലൻസി ടെസ്റ്റ് സംസ്ഥാന കൺട്രോളർ അബ്ദുറഷീദ് നരിക്കോട് അറിയിച്ചു. കോടമ്പുഴ ദാറുൽ മാരിഫ് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാചക സന്ദേശം മാനവിക നന്മക്ക് എന്ന ശീർഷകത്തിൽ ഫറൂഖ് പേട്ട മൈതാനിയിൽ നടന്ന മീലാദ് പൊതുസമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സെന്റർ പ്രസിഡന്റ് PSK മൊയ്ദ് ബാഖവി മാടവന അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് ഡോക്ടർ KKN കുറുപ്പ് പ്രഭാഷണം നടത്തി. കോടമ്പുഴ ബാബ മുസ്ലിയാർ ആമുഖ പ്രഭാഷണവും ഡോക്ടർ നാസർ ഡോക്ടർ ഹനീഫ ആശംസാ പ്രസംഗവും നടത്തി. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയ മതമാണ് ഇസ്ലാമെന്നും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവർ മതത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരാണെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. കാന്തപുരത്ത് നടന്ന തിരുനബി സ്നേഹ സമ്മേളനത്തിൽ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സയ്യിദ് അബ്ദുൽ ഫത്താഹ് അഹദൽ അവേലം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഹാഫിൽ അബൂബക്കർ സഖാഫി സംസാരിച്ചു. 1 കോടി സലാത്തുനാരിയ തിരുസവിധത്തിലേക്ക് സമർപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ SSF മാവൂർ സെക്ടർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വലാത്ത് പ്രൊജക്ട് സമാപിച്ചു. മാവൂർ പാറമ്മൽ മുബാറക് മസ്ജിദിൽ നടന്ന സമാപന സംഗമത്തിൽ റഹ്മത്തുള്ള സഖാഫി എളമരം മുഖ്യ പ്രഭാഷണം നടത്തി. ടീം സമർപ്പണം, ലഹരി വിരുദ്ധ പ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം സെക്ടറിലെ നവബിരുദധാരികളായ സിറാജുൽ ഹുദ സഖാഫി, ഷഹീദ് സഖാഫി, ഹനീഫ ഫാദ്ലി എന്നിവരെയും സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ അബ്ദുള്ള മാസ്റ്ററിനെയും ആദരിച്ചു. ദുആ സമ്മേളനത്തിന് സയ്യിദ് സ്വാലിഹ് തുറാബ് സഖാഫി നേതൃത്വം നൽകി. കൈതപ്പോയിൽ മർക്കസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഇഷ്കെ മദീന നബിദിനാഘോഷ പരിപാടികൾ മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 10 വർഷം PTA പ്രസിഡന്റായി പ്രവർത്തിച്ച PK ഹുസൈൻ ഹാജിക്കുള്ള ഉപഹാര സമർപ്പണം MPS തങ്ങൾ മലോറം നിർവഹിച്ചു. പൊതുപരീക്ഷയിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അലവി സഖാഫി കായലം വിതരണം ചെയ്തു. SYS SSF കുന്നമംഗലം യൂണിറ്റ് കമ്മിറ്റിയുടെയും മഹല്ല് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച 1 മാസം നീണ്ടുനിന്ന മീലാദ് ക്യാമ്പയിൻ സമാപിച്ചു. സുന്നി ജുമാ മസ്ജിദിൽ നടന്ന പുണ്യറബിഇന് വിട പരിപാടികൾക്ക് അബ്ദുള്ള കോയത്തങ്ങൾ, അബ്ദുന്നൂർ സഖാഫി, ഉമർ സഖാഫി മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരാമ്പ്രം ശാഖ SYS ആഭിമുഖ്യത്തിൽ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും ഹജ്ജ് അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു നൽകുന്നതിനുമായി ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. SSF പടനിലം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മദ്യവിരുദ്ധ പ്രതിജ്ഞാ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് കിളിമുണ്ട ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് സഖാഫി പടനിലം അധ്യക്ഷത വഹിച്ചു. SYS സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കാസർഗോഡ് ജില്ലാ SYS സെക്രട്ടേറിയറ്റിന്റെയും ജില്ലാ ഇലക്ഷൻ ഡയറക്ടറേറ്റിന്റെയും സംയുക്ത യോഗം നാളെ വൈകിട്ട് 4:30 കാസർഗോഡ് സുന്നി സെന്ററിൽ ചേരും. SYS കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾ, ഇലക്ഷൻ ഡയറക്ടറേറ്റ് അംഗങ്ങൾ, മേഖലാ ചീഫുമാർ, മേഖലാ IT ചീഫുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയുടെ അധ്യക്ഷതയിൽ ജില്ലാ ഇലക്ഷൻ ചീഫ് ഹമീദ് മൗലവി ആലമ്പാടി ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകൾക്ക് സുലൈമാൻ കരിവള്ളൂർ, ബഷീർ പുളിക്കൂർ, അഷ്റഫ് കരിപ്പോടി നേതൃത്വം നൽകും. യൂണിറ്റ് പുനഃസംഘടനയുടെ പുരോഗതി വിലയിരുത്തുന്നതോടൊപ്പം സർക്കിൾ, സോൺ, ജില്ലാ പുനഃസംഘടനയുടെ സമയക്രമം അന്തിമമാക്കും. ഈ മാസം 15-നകം യൂണിറ്റ് പുനഃസംഘടന പൂർത്തിയാക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് കീഴ്ഘടകങ്ങൾ. 85% യൂണിറ്റുകളും ഇതിനകം പുനഃസംഘടന പൂർത്തിയാക്കി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഖുർആൻ പ്രഭാഷണം ഈ മാസം 18 മുതൽ 22 വരെ കുറ്റ്യാടിയിൽ നടക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഖുർആൻ പ്രഭാഷണം 7 മണിക്ക് ആരംഭിക്കും. REC അൽക്കമർ സ്റ്റുഡൻസ് സാഹിത്യ പരിപാടി മീലാദ് ജഷൻ 2013 അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. AP അൻവർ സാദിഖ് സഖാഫിയുടെ അധ്യക്ഷതയിൽ സലീം REC SSF ഡിവിഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദീഖ് പുള്ളന്നൂർ, TP അബൂബക്കർ, കുട്ടി ഹസൻ മാസ്റ്റർ, അബ്ദുറഹ്മാൻ കുട്ടി പുള്ളാവൂർ പ്രസംഗിച്ചു. 55 കലാസാഹിത്യ ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ കമറെ തൊയ്ബ 1ാം സ്ഥാനം നേടി. അഹമ്മദ് കുട്ടി ഹാജി ഈസ്റ്റ് മലയമ്മ വിജയികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്തു.
SSF 40-ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സ്ഥാപിച്ച വലിയ ബോർഡ് സാമൂഹിക ദ്രോഹികൾ മോഷ്ടിച്ച സംഭവത്തിൽ SSF കൊടുവള്ളി ടൗൺ കമ്മിറ്റി പ്രതിഷേധിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് NK ജംഷീർ അധ്യക്ഷത വഹിച്ചു. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സയ്യിദ് ഫസൽ തങ്ങൾ അനുസ്മരണവും സെമിനാറും ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ചെമ്മാട് താജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ മലപ്പുറം പാരമ്പര്യം എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KT ജലീൽ അധ്യക്ഷത വഹിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളും ഫസൽ തങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ KK മുഹമ്മദ് അബ്ദുൽ സത്താറും, മലബാർ കലാപം ആഹ്വാനവും താക്കീതും എന്ന വിഷയത്തിൽ ഡോക്ടർ KN ഗണേശും, സാമ്രാജ്യത്വം വിരുദ്ധ പോരാട്ടങ്ങളും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ PP അബ്ദുൾ റസാഖും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം പാലോളി മുഹമ്മദ് കുട്ടി, CPM ജില്ലാ സെക്രട്ടറി PV വാസുദേവൻ, ജാഫർ അസ്ഹരി കൈപ്പമംഗലം, പ്രൊഫസർ P മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സുന്നി ഐക്യവേദി സംഘടിപ്പിച്ച ദഫ് മത്സരം കൊളപ്പുറം സൌത്തിൽ നടന്നു. ഖിറാഅത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ കല്ലൻ റിയാസ് അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ പറങ്കുമൂച്ചിക്കൽ ബിഷാറത്തുൽ ഇസ്ലാം ദഫ് സംഘം 1-ാം സ്ഥാനവും കക്കാടംപുറം മൽഹറുൽ ഉലൂം മദ്രസ 2-ാം സ്ഥാനവും നേടി. കുറ്റൂർ നോർത്ത് റിഫായിയ ദഫ് സംഘം 3-ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. SSF കോഴിക്കോട് ജില്ലാ കൾച്ചറൽ കൌൺസിൽ സംഘടിപ്പിച്ച ജില്ലാതല മീലാദ് ക്വിസിൽ ക്രസന്റ് പബ്ലിക് സ്കൂൾ ചാലിയം ജേതാക്കളായി. ദാറുൽ ഹുദ ഇംഗ്ലീഷ് സ്കൂൾ നാദാപുരം 2-ാം സ്ഥാനവും ഫേസ് ഇന്റർനാഷണൽ സ്കൂൾ പടനിലം 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തിരുനബിയുടെ സ്നേഹപരിസരം എന്ന പ്രമേയത്തിൽ SSF മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായായിരുന്നു ക്വിസ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 2-ാം തീയതി നടന്ന സ്കൂൾ തല മത്സരത്തിന്റെ തുടർച്ചയായിരുന്നു ജില്ലാതല മത്സരങ്ങൾ. സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 2 വീതം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. AR നഗർ പുതിയത്തുപുറായയിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മദ്ഹെ മദീന പ്രഭാഷണവും ബുർദ ആസ്വാദനവും നടക്കും. അബ്ദുറഷീദ് സഖാഫി പത്തപരിയം പ്രഭാഷണം നടത്തും. ബുർദ ആസ്വാദനത്തിന് നൌഫൽ സഖാഫി അസ്ഹരി, അമീർ അലി ചാപ്പനങ്ങാടി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗൾഫ് സംഘടനാ വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ടിസാന സ്റ്റഡി സർക്കിൾ RC ഗൾഫ് സമ്മിറ്റ് ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി കുവൈത്തിൽ നടക്കും. ലൈവ് തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. 6 ഗൾഫ് നാടുകളിൽ നിന്നായി നാഷണൽ കമ്മിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരമോന്നത സംഘടനാ സമ്മേളനമാണ് ഇത്. പ്രവാസ യൗവനങ്ങളുടെ സാംസ്കാരിക സംഘബോധം എന്ന സന്ദേശത്തിലാണ് സമ്മിറ്റ് നടക്കുന്നത്. പ്രവാസികളുടെ ജീവിതത്തിൽ സാമൂഹിക സംഘടനകളുടെ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുള്ള ആശയരേഖയ്ക്ക് കമ്മിറ്റി രൂപം നൽകും. സംഘടനയുടെ അടുത്ത 2 വർഷത്തെ കർമ്മ പദ്ധതികൾക്കും സമ്മിറ്റ് രൂപം നൽകും. പുതിയ ഗൾഫ് സമിതിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. SSF സംസ്ഥാന നേതാക്കളായ NM സ്വാദിഖ് സഖാഫി, K അബ്ദുൽ കലാം ആവൂർ, ലുക്മാൻ പാഴൂർ, അബ്ദുള്ള വടകര എന്നിവർ നേതൃത്വം നൽകും. പ്രവാസി യൗവനങ്ങളുടെ സാംസ്കാരിക സംഘബോധം റിസാല സ്റ്റഡി സർക്കിൾ RC ഇന്നു മുതൽ 15 വരെ തീയതികളിൽ കുവൈത്തിൽ സംഘടിപ്പിക്കുന്ന ഗൾഫ് സമ്മിറ്റിന്റെ ഭാഗമായി ടീൻ സർക്കിൾ കോൺഫറൻസ് സംഘടിപ്പിച്ചു. അബ്ബാസിയയിലും ഫഹാഹിയിലും നടന്ന കോൺഫറൻസിന് അബ്ദുൽ ലത്തീഫ് സഖാഫി, റഫീഖ് കൊച്ചനൂർ, ഷംനാദ് തിരുവനന്തപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. തീവ്രവാദവും ഭീകരപ്രവർത്തനങ്ങളും നിരപരാധികളെ കയ്യേറ്റം ചെയ്യാനും ഇസ്ലാമിന് അന്യമാണെന്നും എല്ലാവരെയും സ്നേഹിക്കാനും കഴിയുന്നത്ര ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ഇസ്ലാമിന്റെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നും സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രവും നിയോഗവും എന്ന പ്രമേയത്തിൽ കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദിൽ ICF കുവൈത്ത് സിറ്റി മേഖല സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ICF കുവൈത്ത് നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിറ്റി സോൺ പ്രസിഡന്റ് മുഹമ്മദ് കോയ സഖാഫി പരിപാടി നിയന്ത്രിച്ചു. ICF നാഷണൽ ജനറൽ സെക്രട്ടറി ഷുക്കൂർ മൗലവി, RSC നാഷണൽ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സഖാഫി എന്നിവർ ആശംസകൾ നേർന്നു. തിരുനബി ലോകത്തിന്റെ വഴികാട്ടി എന്ന ശീർഷകത്തിൽ ICF RC കറാമ യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ സമാപിച്ചു. റബീഉൽ അവ്വൽ 30 വരെ നീണ്ടുനിന്ന ക്യാമ്പയിന്റെ ഭാഗമായി സീറത്തുന്നബി മൗലിദ് പാരായണം, വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പരിപാടികൾ, അവാർഡ് ദാനം, മദ്ഹ് റസൂൽ പ്രഭാഷണം, ബുർദ ആസ്വാദനം, സമാപന സമ്മേളനം തുടങ്ങിയ വിവിധ സെഷനുകളിൽ ആട്ടീരി തങ്ങൾ, ബഷീർ ഫൈസി വണ്ണക്കോട്, പേരോട് മുഹമ്മദ് മുസ്ലിയാർ, മാങ്ങോം അബ്ദുറഹ്മാൻ ഫൈസി, മുസ്തഫ ദാരിമി വിളയൂർ, അബ്ദുറസാഖ് മാറഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു.
മലയാളികളുടെ ജിഹയായ സിറാജ് ദിനപത്രത്തിന്റെ പ്രചാരണ പ്രഖ്യാപന കൺവെൻഷൻ ഈ മാസം 15 വൈകുന്നേരം 6 മണിക്ക് അജ്മാൻ കറാമ സുന്നി സെന്ററിൽ നടക്കും. കൺവെൻഷനിൽ വെച്ച് പത്രത്തിന്റെ പ്രചാരണത്തിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കും. ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15 വരെ നടക്കുന്ന പ്രചാരണത്തിൽ അജ്മാനിലെ ഓരോ മലയാളിയുടെ കൈകളിലും സിറാജ് ദിനപത്രം എത്തിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സിറാജ് ദിനപത്രത്തിന് അജ്മാൻ എമിറേറ്റിൽ 1000-ഓളം പുതിയ വരിക്കാരെ കണ്ടെത്തും. പ്രചരണ കൺവെൻഷനിൽ സിറാജ് ദിനപത്രം ജനറൽ മാനേജർ ഷെരീഫ് കാരശ്ശേരി, ചീഫ് എഡിറ്റർ നിസാർ സെയ്ദ്, AICF നാഷണൽ വൈസ് ചെയർമാൻ ബഷീർ സഖാഫി, അഷ്റഫ് ഹാജി വാടാനപ്പള്ളി തുടങ്ങി ICF RSC ദേശീയ നേതാക്കന്മാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. RSC, ICF, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ എന്നിവയുടെ യൂണിറ്റ് ഭാരവാഹികൾ, സെൻട്രൽ കമ്മിറ്റി കൌൺസിലർമാർ പങ്കെടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിസാല സ്റ്റഡി സർക്കിൾ RSC ഗൾഫ് സമ്മിറ്റിന് കുവൈത്തിൽ ഇന്ന് തുടക്കം. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. SSF എക്സലൻസി ടെസ്റ്റ് ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം www.ssfkeralainfo.com-ൽ. സിറാജ് ദിനപത്രം പ്രചരണ പ്രഖ്യാപന കൺവെൻഷൻ ഈ മാസം 15 അജ്മാനിൽ. സൂര്യനെല്ലി കേസിൽ PJ കുര്യനെതിരെ തുടരന്വേഷണം ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിയമസഭയിൽ വ്യക്തമാക്കി. കേരള കർണാടക വനാതിർത്തിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം, പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം. അഫ്സൽ ഗുരുവിന്റെ മൃതദേഹം വിട്ടുനൽകണമെന്ന് ബന്ധുക്കൾ, ഖബറിടത്തിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് സാക്ഷിക്ക് കൊടിസുനിയെ തിരിച്ചറിയാനായില്ല. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.